ഒരു ലൈബ്രറി തുടങ്ങാൻ ആദ്യം വേണ്ടത് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു ലൈബ്രറിയോട് താല്പര്യമുള്ള ഒരു സംഘം ആളുകളുടെ ഒരു സന്നദ്ധതയാണ് ഒന്നാമത്തെ കാര്യം. അതുണ്ടായാൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ്. പിന്നെ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ കന്യാകുമാരി ജില്ലയിൽ കുറച്ച് ലൈബ്രറികളുണ്ടായിരുന്നു. ആ ലൈബ്രറി കേരളപ്പിറവി വന്നപ്പോൾ അത് തമിഴ്നാട്ടിലേക്ക് പോയി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പം അതിൽ 40 കൊല്ലം മുമ്പൊക്കെ എല്ലാവരും പത്രം വായിക്കണമെങ്കിൽ വായനശാലയിൽ പോയാൽ കിട്ടും. ഭൂരിപക്ഷം വീടുകൾ, നാട്ടിൻപുറത്ത് ഭൂരിപക്ഷം വീടുകളിൽ പത്രമില്ല. നരബലി നടക്കുന്ന നാടായി കേരളം മാറി. അപ്പോൾ ഇത് പ്രാകൃതമായ അത്തരം ആശയങ്ങൾ, കാലഹരണപ്പെട്ട ആശയങ്ങൾ, അല്ലെങ്കിൽ കേരളീയ സമൂഹം കുഴിച്ചുമൂടിയ ആശയങ്ങൾ പുതിയ തരത്തിൽ കേരളീയ സമൂഹത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ഒരു ലൈബ്രറി തുടങ്ങാൻ ആദ്യം വേണ്ടത് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു ലൈബ്രറിയോട് താല്പര്യമുള്ള ഒരു സംഘം ആളുകളുടെ ഒരു സന്നദ്ധതയാണ് ഒന്നാമത്തെ കാര്യം. അതുണ്ടായാൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ്. ഒരു 1000 പുസ്തകം ശേഖരിച്ചാൽ ആ പുസ്തകമായിട്ട് ഒരു വർഷക്കാലം ഒരു ലൈബ്രറി തുറന്ന് പ്രവർത്തനം നടത്തിയാൽ സ്വാഭാവികമായിട്ട് ലൈബ്രറി കൗൺസിലിന് അഫിലിയേഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ അപേക്ഷ ലഭിച്ചാൽ അത് പരിശോധിച്ച് താലൂക്ക് കൗൺസിലും ജില്ലാ കൗൺസിലും ഒക്കെ പരിശോധിച്ച് സ്റ്റേറ്റിന് ശുപാർശ ചെയ്താൽ അത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേഷൻ നൽകും. ആ അഫിലിയേഷൻ നൽകിയാൽ ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രാൻറ്റും ലൈബ്രറിയൻ അലവൻസും മറ്റു സഹായങ്ങളും കിട്ടും. ഓരോ വർഷം പുസ്തകം വാങ്ങാനുള്ള ഗ്രാൻറ്റ് അനുവദിക്കും. അപ്പോൾ അങ്ങനെ ലൈബ്രറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഏറ്റവും പ്രധാനം ലൈബ്രറി പ്രവർത്തനത്തിൽ താല്പര്യമുള്ള, ലൈബ്രറി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സന്നദ്ധതയാണ് ഏറ്റവും പ്രധാനം. ഗ്രഡേഷൻ വിവിധ ഘടകങ്ങളാണ് അതിനകത്ത് വരിക. അതിൽ ഒന്ന് പുസ്തകങ്ങളുടെ എണ്ണം, ഒരു ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളുടെ എണ്ണം. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുള്ള ലൈബ്രറി, സ്റ്റോക്കുള്ള ലൈബ്രറികൾക്ക് ഗ്രഡേഷൻ ഞങ്ങൾ നല്ല മാർക്ക് കൊടുക്കും. ഇപ്പോൾ 30 മാർക്ക് വരെ 20,000-ന് മുകളിൽ പുസ്തകമുള്ള ലൈബ്രറികളിൽ 30 മാർക്ക് വരെ ഗ്രഡേഷൻ. പിന്നെ പുസ്തക വിതരണത്തിന് മാർക്കുണ്ട്. ഒരു വർഷം മിനിമം 2000 പുസ്തകമെങ്കിലും വിതരണം ചെയ്യപ്പെടുന്ന ലൈബ്രറികൾക്ക് 6 മാർക്ക് കൊടുക്കും. പിന്നെ അവിടെ നടത്തുന്ന ഓരോ ആക്ടിവിറ്റീസും, ഒരു വർഷത്തിൽ 12 പ്രതിമാസ പരിപാടികൾ നടത്തിയാൽ അതിന് 1000 രൂപ വെച്ച് ധനസഹായവും കൊടുക്കും. ഒരു പരിപാടിക്ക് 1/2 മാർക്ക് വീതം 6 മാർക്ക് അതിന് കൊടുക്കും. അങ്ങനെ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഗ്രേഡിങ്ങാണ്, മാർക്കിങ്. അതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോഴാണ് A+, A, B, C, D, E, F ഇത്രയും ഗ്രേഡുകളിലായിട്ട് ലൈബ്രറികളെ തിരിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ലൈബ്രറികൾക്ക് മറ്റ് സഹായങ്ങളും ഒക്കെ നമ്മൾ ഗ്രാൻഡൊക്കെ ഈ ഗ്രേഡ് അനുസരിച്ചാണ് നിശ്ചയിക്കുക. അങ്ങനെയാണ് ഇവിടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ അഫിലിയേറ്റഡ് ലൈബ്രറിയുടെ എണ്ണം കേരളത്തിൽ 9,800-ലധികമായിട്ടുണ്ട്. അതിൽ ലൈവ് ലൈബ്രറികളെന്ന് പറയുന്നൊരു 8,000-8,500 ലൈബ്രറികളാണ്. ബാക്കിയൊക്കെ പണ്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നതും പിന്നീട് കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ നശിച്ചുപോയതും. പിന്നെ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ കന്യാകുമാരി ജില്ലയിൽ കുറച്ച് ലൈബ്രറികളുണ്ടായിരുന്നു. ആ ലൈബ്രറി കേരളപ്പിറവി വന്നപ്പോൾ അത് തമിഴ്നാട്ടിലേക്ക് പോയി. അപ്പോൾ അതിലൊക്കെ കുറച്ച് നമ്പർ കുറവ് വന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് ലൈവ് ലൈബ്രറി ഒരു 8,000-8,500 ലൈബ്രറി എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്പർ 9,800-ലധികമാണ്. അങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് കേരളത്തിൻ്റെ ഒരു ചിത്രം. കണ്ണൂർ ജില്ല, അവിടെ 1,150ഓളം ലൈബ്രറികളുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊല്ലമാണ്, 3 തിരുവനന്തപുരമാണ്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കോവിഡ് കാലത്ത് വന്ന ഒരു പ്രത്യേകത, കോവിഡ് കാലത്തെ വിലക്കുകൾ ഗ്രന്ഥശാലാ പ്രവർത്തനത്തിൻ്റെ ഒരു പുതിയ ദിശാബോധം നൽകി എന്നുള്ളതാണ്. കാര്യം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലുള്ള ഓൺലൈൻ മീഡിയയിലൂടെയുള്ള വായനയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനവും, സെമിനാറുകൾ, സംവാദങ്ങൾ, അതിന് സർഗോത്സവങ്ങൾ പോലും ഈ ഓൺലൈനിലൂടെ സംഘടിപ്പിച്ച ഗ്രന്ഥശാലകളുണ്ട്, കലാപരിപാടികളടക്കം. അതൊരു പുതിയ സാധ്യത തുറക്കുകയായിരുന്നു. അത് കോവിഡ് തുറന്നു തന്ന, അല്ലെങ്കിൽ കോവിഡ് കൊണ്ടുവന്നൊരു പുതിയ അവസരമാണ്. അതുവരെയുള്ളതിന് വ്യത്യസ്തമായൊരു അനുഭവമാണ്. അത് നല്ലതുപോലെ ഗ്രന്ഥശാലാ പ്രവർത്തകർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഒന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഗ്രന്ഥശാലകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയായി മാറിയിട്ടുണ്ട്. അത് പുസ്തകങ്ങൾ സംബന്ധിച്ചും വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും കലാവിഷ്കാരങ്ങൾക്കും എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ നല്ലതുപോലെ ഉപയോഗപ്പെടുന്നുണ്ട്. മിക്കവാറും ഇപ്പം ഞങ്ങളൊരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് എന്ന പേര്, ലൈബ്രറി കൗൺസിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പബ്ലിക്. ആ പബ്ലിക് ഇപ്പോൾ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ലൈബ്രറികൾ ഈ പുസ്തകത്തിൻ്റെ കാറ്റലോഗിങ് ഇതിനകം തന്നെ പബ്ലിക്കിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റ് ഗ്രന്ഥശാലകളുടെ പല ആക്ടിവിറ്റീസും, അത് ഗ്രഡേഷനായാലും മറ്റ് പല ഫോർമാലിറ്റീസും ഈ ഇതിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്, മനസ്സിലായി. അപ്പം അങ്ങനെ ഒരുപാട് പുതിയ സാധ്യതകൾ കോവിഡ് തുറന്നു തന്നു എന്നുള്ളതാണ് സത്യം. 1989 കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് വരുന്നത്, നിയമം വരുന്നത്. കേരള നിയമസഭ പാസ്സാക്കുന്നത്. അന്ന് ആക്ട് വന്ന് 1ാം ലൈബ്രറി കൗൺസിൽ ഐക്യപ്പെടുന്നത് 94-ലാണ്. 94-ൽ 1ാം ലൈബ്രറി കൗൺസിൽ നിലവിൽ വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ലൈബ്രറിയുടെ എണ്ണം 5000-ന് താഴെയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 10,000-ഓട് അടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷമുള്ള കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് 5000 ലൈബ്രറി ഉണ്ടായി പുതുതായിട്ട്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഏകദേശം 1600-ലധികം ലൈബ്രറികൾ പുതുതായിട്ടുണ്ടായി. ഇപ്പോഴും ലൈബ്രറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലൈബ്രറികൾ നാടിനാവശ്യമാണെന്ന് തിരിച്ചറിയുകയും പുതിയ പുതിയ ലൈബ്രറികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഉള്ള ലൈബ്രറികളൊക്കെ അങ്ങ് അസ്തമിച്ചു പോവല്ല, മാഞ്ഞു പോവല്ല. വായനയിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പൊക്കെ എല്ലാവരും പത്രം വായിക്കണമെങ്കിൽ വായനശാലയിൽ പോയാലേ പറ്റും. ഭൂരിപക്ഷം വീടുകൾ, നാട്ടിൻപുറത്ത് ഭൂരിപക്ഷം വീടുകളിൽ പത്രമില്ല. ഞങ്ങളൊക്കെ പത്രം വായിക്കുന്നത് ഞങ്ങളുടെ ഒന്നും വീട്ടിലൊന്നും പത്രം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പത്രമൊക്കെ വരുന്നത്. അപ്പോൾ വായനശാലയിൽ പോയി എല്ലാ പത്രങ്ങളും വായിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ആ ടൈമിൽ വായനശാലകളിൽ വ്യാപകമായി പോകുമായിരുന്നു. പ്രധാനമായിട്ട് പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ പത്രം വായിക്കുക എന്നുള്ളതാണ്. 2, നിങ്ങൾ 80കളുടെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷം ഒന്ന് വിശകലനം ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായന, അല്ലെങ്കിൽ സ്ത്രീ വായന നടന്നൊരു കാലഘട്ടം. നിങ്ങൾക്കൊന്നും ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. മംഗളം, മനോരമ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധീകരണങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പി അന്ന്, അതെല്ലാ നാട്ടിൻപുറത്തൊക്കെ എല്ലാ വീടുകളിലും അത്യാവശ്യം അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്നവർ വാങ്ങുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിന് മാറ്റം വരുന്നത് 1985 കൂടിയാണ്. 85-ലാണ് കേരളത്തിൽ ആദ്യമായി TV വരുന്നത്. TV എന്ന് പറഞ്ഞാൽ ദൂരദർശൻ വരുന്നത്. അന്ന് TV ഇല്ലാത്ത ആളുകൾ
വീട്ടിൽ ടി വി ഇല്ലാത്ത ആളുകൾ അടുത്ത വീട്ടിൽ പോയി ടി വി കാണുമായിരുന്നു. അന്നാണ് രാമായണം സീരിയലൊക്കെ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവിടെ നിന്നാണ് ഇന്നത്തെ രൂപത്തിലേക്ക് ഈ ദൃശ്യമാധ്യമങ്ങൾ വിപുലീകരിക്കപ്പെടുന്നത്. പക്ഷെ അപ്പോഴും വായനയുടെ സ്വഭാവത്തിൽ വായന അസ്തമിച്ചു പോയി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. കാര്യം അന്നും ആളുകൾ ഇങ്ങനെ വായനശാലകൾ വന്ന് ക്യൂ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുന്നതായിരുന്നില്ല. ആവശ്യക്കാർ പോയി പുസ്തകം എടുക്കും, വായിക്കും. ഇന്നും ആളുകൾ ലൈബ്രറി നേരിട്ട് പോയി പുസ്തകം എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അല്ലാതെ തന്നെ അവർക്ക് വായിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വായനയുടെ ഒരു സങ്കേതമായി. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള വായന, കിൻഡിൽ, അതിലൂടെയൊക്കെ വായിക്കാനുള്ള, സ്മാർട്ട് ഫോണിൽ തന്നെ നന്നായിട്ട് വായിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതകൾ വരുന്നുണ്ട്. പിന്നെ പഴയതുപോലെയല്ല, ഇന്ന് ആളുകൾ അവർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നൊരു പതിവ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങളൊരു 40 കൊല്ലം മുമ്പ് നോക്കിയാൽ കേരളത്തിൽ എത്ര പ്രസാധകരുണ്ടായിരുന്നു? പുസ്തക പ്രസാധകർ വിരലെണ്ണാവുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത്. എത്ര എഴുത്തുകാരുണ്ടായിരുന്നു? എത്ര പുസ്തകം ഒരു വർഷം പുറത്തു വരുമായിരുന്നു? ഇന്ന് നിങ്ങൾ നോക്കൂ, 100 കണക്കിന് പ്രസാധകരാണ്, 1000 കണക്കിന് എഴുത്തുകാരാണ്, പുതിയ എഴുത്തുകാർ. ലക്ഷക്കണക്കിന് പുസ്തകമാണ് പുറത്തു വരുന്നത്. ഇന്ന് പുറത്തു വരുന്ന പുസ്തകങ്ങൾ പലതും ലക്ഷക്കണക്കിന് കോപ്പിയാണ് വിറ്റ് പോകുന്നത്. ചില പുസ്തകങ്ങൾ വിൽപ്പനയിൽ റെക്കോർഡ് സ്ഥാപിച്ച ചില പുസ്തകങ്ങളുണ്ട്. പുതിയ കാലത്ത് പുതിയ ചെറുപ്പക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ 2 ലക്ഷം 2.5 ലക്ഷം കോപ്പിയൊക്കെ വിറ്റുപോയ പുസ്തകങ്ങൾ. അപ്പോൾ അത് ആളുകൾ വാങ്ങുന്നതുകൊണ്ടാണല്ലോ, അത് വായിക്കുന്നതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇത്രയും പുസ്തകം ഇങ്ങനെ വിൽക്കില്ല, ഇത്രയും പുസ്തകം പുറത്തു വരികയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് കാലത്തെയും അപേക്ഷിച്ച് കൂടുതൽ പുസ്തകങ്ങൾ വരുന്നു, കൂടുതൽ എഴുത്തുകാർ വരുന്നു, കൂടുതൽ വായനക്കാർ വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാതെയാണ് വായനയെല്ലാം അസ്തമിച്ചു. ഗ്രന്ഥശാലയിൽ ഓരോരുത്തർ ദിവസവും പുസ്തകം എടുക്കാൻ എത്ര പേര് വരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി വായനയുടെ ഒരു അളവ് പോലെ നിശ്ചയിക്കുന്ന രീതി കുറച്ച് ആളുകൾക്കുണ്ട്, കുറച്ച് ബുദ്ധിജീവികൾക്കുണ്ട്. അത് വലിയ കഥയൊന്നുമില്ല. ഭാവി പരിപാടി കേരളീയ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിച്ചു വളർന്നൊരു സമൂഹമാണ്. കേരളത്തിൻ്റെ ഈ മേന്മകളും നന്മകളുമൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ അത്തരമൊരവസ്ഥയിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് മലയാളിയുടെ സഹജമായ ഒരു വായനാ സംസ്കാരവും അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു പൊതുബോധമാണ്. അങ്ങനെയാണ് കേരളം മാറിയത്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത കേരളത്തിൽ അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് കേരളത്തിന് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം വളരെ നല്ല നിലയിൽ ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനും സാധിച്ചത്. ഇന്നിപ്പോൾ വിജ്ഞാന സമൂഹം എന്ന നിലവാരത്തിലേക്ക് കേരളീയ സമൂഹം ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനും ഒരു പശ്ചാത്തലമുള്ളത് ഈ ഒരു സാഹചര്യമാണ്. ഇനിയുള്ള മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിജ്ഞാന സമൂഹമെന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തെ വളർത്തി കൊണ്ടുവരാൻ വായനശാലകൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പറ്റും. അത് പുസ്തക വിതരണം മാത്രമല്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിവിധങ്ങളായ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കലാപ്രവർത്തനങ്ങൾ, എഴുത്തും വായനയും ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സാംസ്കാരിക അന്തരീക്ഷം ഒരു ഗ്രന്ഥശാലയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ അത് ഒരു നാടിൻ്റെ വെളിച്ചമായി മാറും. ഇന്നിപ്പോൾ കേരളീയ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഈ പുരോഗമന ആശയങ്ങൾക്ക് വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടായിരുന്നൊരു സമൂഹമാണ് കേരളീയ സമൂഹം. അത് വർഗീയത, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനങ്ങൾ, വിദ്വേഷങ്ങൾ,
അതിനെയൊക്കെ അതിജീവിച്ചൊരു സമൂഹമാണ് കേരളീയ സമൂഹം. അതിൽ നവോത്ഥാനമൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രപരമായി നമുക്കറിയാവുന്നു. അതിനെ അതിജീവിച്ചവരാണ് കേരളീയ സമൂഹം. ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇന്നും അതിൽ കിടന്ന് നീറിപ്പോകുകയാണ്. പക്ഷേ നമ്മളതിൽ നിന്ന് മറികടന്നെങ്കിലും പുതിയ തരത്തിൽ പുതിയ കാലത്ത് ഇത് പലതും, ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പലതും തിരിച്ചു വരുന്നുണ്ട് കേരളീയ സമൂഹത്തിലേക്ക്. ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, ദുർമന്ത്രവാദങ്ങൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിലിന്ന് കേരളത്തിലെ മീഡിയയും ഒരു വലിയ പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ന്യൂസ് റൂമുകളെന്ന് പറയുന്നത്, കേരളത്തിലെ TV ചാനലുകളെന്ന് പറയുന്നത് ഈ അന്ധവിശ്വാസവും വർഗീയതയും പ്രചരിപ്പിക്കുന്നതിൻ്റെ മുഖ്യ സംപ്രേഷണ കേന്ദ്രങ്ങളാണ്. അവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം. നിങ്ങൾ എത്രയോ TV-യിൽ വലിയ പരസ്യം കാണുന്നില്ലേ? ധനാഗമന ആകർഷണ യന്ത്രം, പിന്നെ മന്ത്രച്ചരട്, വാച്ച്, മന്ത്രവാച്ച്. ഈ മോഡേൺ ടെക്നോളജി എങ്ങനെയാണ് തങ്ങൾക്ക് അനുകൂലമായ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നുള്ള വാച്ചെന്ന് പറയുന്നൊരു മോഡേൺ ടെക്നോളജി, ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണല്ലോ. അതിനെപ്പോലും അങ്ങനെ ഓരോന്നിനെയും എന്തെല്ലാമാണ്. നരബലി നടക്കുന്ന നാടായി കേരളം മാറി. അപ്പോൾ ഇത് പ്രാകൃതമായ അത്തരം ആശയങ്ങൾ, കാലഹരണപ്പെട്ട ആശയങ്ങൾ, അല്ലെങ്കിൽ കേരളീയ സമൂഹം കുഴിച്ചുമൂടിയ ആശയങ്ങൾ പുതിയ തരത്തിൽ കേരളീയ സമൂഹത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു കടമയാണ് സാംസ്കാരികം. യഥാർത്ഥത്തിൽ നവോത്ഥാനമാണ് കേരളത്തിൽ നിലനിന്ന ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കാൻ നമുക്ക് സഹായകരമായത്. അതാണ് പുതിയ രൂപത്തിൽ ഈ ടെക്നോളജിയുടെ ഒക്കെ സഹായത്തോടു കൂടി തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു യഥാർത്ഥത്തിൽ ഒന്നാം നവോത്ഥാനത്തിൻ്റെ ഒരു പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ന് പുതിയ കാലത്ത് കടന്നു വരുന്ന ഈ പ്രവണതകൾക്കെതിരെ ഒരു രണ്ടാം നവോത്ഥാനത്തിൻ്റെ ഒരു പ്രസക്തി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം.